കാര്യവിചാരം 87 ഹൃദയഭാഷ. ഏറ്റവും വലിയ ദാനം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് മൃദുഭാഷണമായി നാവിൽ നിന്ന് വന്ന് സാന്ത്വനമരുളുന്നു എന്ന് മുഹമ്മദ് നബി. ഭാഷകൾ പലതരമുണ്ട്. ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ നമ്മൾ സംസാരിക്കുന്ന ഭാഷയെപ്പറ്റിയല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ വികാരവീചികളുമായി ബന്ധിപ്പിച്ച് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദഭാഷ, ഇതാണ് ഹൃദയഭാഷ. ഇതാണ് പലതരമുണ്ടെന്ന് പറഞ്ഞത്. പറയാം എന്തൊക്കെയാണെന്ന്. സ്നേഹത്തിൻ്റെ ഭാഷ, നിന്ദയുടെ ഭാഷ, ദ്വേഷത്തിൻ്റെ ഭാഷ, അസൂയയുടെ ഭാഷ, വെറുപ്പിൻ്റെ ഭാഷ എന്നിങ്ങനെ. ഈ ഭാഷ അനുസരിച്ചാണ് ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവൻ, അഹങ്കാരി, വിരോധി, വിദ്വേഷി, അസൂയാലു എന്നിങ്ങനെയുള്ള സ്വഭാവക്കാർ. ചിലരുടെ സ്വഭാവങ്ങൾ മേൽ വിവരിച്ച ശബ്ദഭാഷകളിലൂടെ വേഗത്തിൽ പുറത്തേക്ക് വരും. അങ്ങനെയുള്ളവരുടെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ചിലർ തങ്ങളുടെ ശബ്ദഭാഷ സാവധാനത്തിലേ പുറത്തേക്ക് വിടുകയുള്ളൂ. ഈ കൂട്ടരെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇവരിൽ അധികം പേരും അസൂയാലുക്കളോ വിദ്വേഷ സ്വഭാവക്കാരോ ആയിരിക്കാനാണ് സാധ്യത. സ്നേഹമുള്ള ഒരാൾ തൻ്റെ വൈകാരിക ഭാഷ താരതമ്യേന വേഗത്തിൽ ശബ്ദത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ പുറമേ കാണിക്കാനാണ് സാധ്യത. ഇവർ സാത്വികരായിരിക്കും. ഇവർ ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്നവരാണ്. ഇവരെ വേണം സ്നേഹിതരാക്കാൻ. ഇവരെ വേണം ആശ്രയിക്കാൻ. തൻ്റെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അല്പം കരുതലോടെയാണെങ്കിലും ഇവരോട് പങ്കുവയ്ക്കാം. എന്നാൽ ഈ കൂട്ടർ സമൂഹത്തിൽ താരതമ്യേന എണ്ണത്തിൽ തീരെ കുറവായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാം. പുറമേ സാത്വികനെന്ന് തോന്നുന്ന ഒരാൾ അകമേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. മുഖകമലത്തിൽ സദാ ഒരു പുഞ്ചിരി വിടർത്തിയതുകൊണ്ട് കാര്യമായില്ല. അയാൾ സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാകണമെന്നില്ല. ഇങ്ങനെയുള്ളവരെ നാം ധാരാളം കാണാറുണ്ട്. ഇക്കൂട്ടരെ നമ്മൾ കരുതലോടെ വീക്ഷിക്കണം. ഇവരോട് മനസ്സ് പങ്കുവയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ഇവരിൽ ചിലർ നയവഞ്ചകരായിരിക്കും. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ഹൃദയഭാഷ തിരിച്ചറിയുന്നത്? ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇതിനുള്ള ഒരേ ഒരു മാർഗം അയാളുമായി കുറേ കാലം അടുത്തിടപഴകുക എന്നതാണ്. ഈ ഇടപഴകലിൽ മനസ്സ് പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നു. ഇപ്രകാരം കുറേ കാലം ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ ശരിയായ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം സാവധാനത്തിൽ നമ്മുടെ മുന്നിൽ അയാളുടെ മനസ്സിൻ്റെ ചുരുളഴി. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മുടെ സുഹൃത്തായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തിരസ്കരിക്കുകയോ ചെയ്യാം. ഹൃദയഭാഷയെപ്പറ്റിയും എങ്ങനെ സ്നേഹിതനെ തിരഞ്ഞെടുക്കണമെന്നുമാണ് ഇതുവരെ പറഞ്ഞത്. അതിൻ്റെ 2 വശങ്ങളെപ്പറ്റി ചുരുക്കി പറഞ്ഞാൽ, ഒരാളുടെ ഹൃദയഭാഷ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരെയൊക്കെയോ കണ്ടുമുട്ടുമെന്ന് കാലം തെളിയിക്കും. നിങ്ങൾക്ക് ആരെയാണ് ആവശ്യമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കും. നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ തീരുമാനിക്കും ആരാണ് നിങ്ങളുടെ സ്നേഹിതനായി തുടരാൻ പോകുന്നത് എന്ന്. അതുപോലെ തന്നെ സ്നേഹമില്ലാത്ത ഒരുവന് ദുരിതമായിരിക്കും ഫലം. ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കൂ, എന്നിട്ട് സ്വതന്ത്രനാകൂ. ഈ ഉപദേശങ്ങൾ ശ്രീബുദ്ധൻ തന്നതാണ്. സൂക്ഷിക്കുക.